Guys, go to Trivandrum. ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് അറിയോ? നമ്മുടെ ചേച്ചിയുടെ വളകാപ്പ്. അപ്പോൾ ഞങ്ങൾ മാമന്മാരായി. അമ്മ തായേ മുത്തുമാരി മാരി. അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവനാട്ടോ ക്യാമറയുടെ പിന്നിലെ കൈകൾ. ചെറുക്കൻ വേണ്ട, ഭയങ്കര ഒരു രസമില്ലേ കാണാൻ. ഇത് പലഹാരം. അറിയത്തില്ലായിരുന്നു. ഇത് കുഴപ്പമില്ല, വെയിറ്റില്ല. വെയിറ്റ് ഉണ്ട്. എവിടെ പോയില്ല, നടുപോയി. നമുക്ക് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മുടെ ട്രിവാൻഡ്രം വെമ്പായം ആ ഒരു സൈഡാണ്. അപ്പം കുറച്ച് പകുതി തമിഴ്നാട് പകുതി കേരള ആ ഒരു ടച്ച് ഉണ്ട്. പിന്നെ കൊല പിടിക്കാൻ ഇതൊക്കെ ഞങ്ങൾ എന്റർടൈൻമെന്റ് ആണ്. ഇവിടുത്തെ വിഷ്വൽസ് ഒന്ന് കാണിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളത്തില്ല. ഒരു വിന്റേജ് എന്തിനു പറയാൻ കൂടെ കേട്ടാ. കൊച്ചുമോളാണോ കൊച്ചുമോൻ വേണോന്നാണ് ആഗ്രഹം? രണ്ടായാലും ഏതായാലും മതി. എന്താണ് പറയാനുള്ളത്? ഇവന്റെ വീഡിയോ പറ്റി എന്താ പറയാനുള്ളത്? അളിയന്റെ അമ്മയും വീഡിയോ കാണാറുണ്ട്, സബ്സ്ക്രൈബർ. അയ്യേ, എന്തിനാ ഊള വീഡിയോ ആണ് നിന്റെ. ആരെല്ലാം എനിക്കുള്ളതാ. ഹായ്. ചോറായ ചേച്ചി പോവാ. മാറി നിക്കടാ, പെട്ടെന്ന് വെച്ചാ പെട്ടെന്ന് തിന്നാ. 1 2 3 ഒരെണ്ണം കൈ വെച്ചേക്കാം. പഴം ഇഴിയുന്നു. വലിയ ചിഴിയടാ അങ്ങോട്ട്, പെട്ടെന്ന് തിന്നാനുള്ള. ആരും കണ്ടില്ലെന്തോന്ന് പലഹാരം നൈസായിട്ട് മുങ്ങ. ഓ കൊച്ചു തൂക്കി. കുറച്ചു നേരം അവളെന്നെ നോക്കിയിരുന്നു. ഏതായാലും കൊച്ചിന്റെ മനസ്സിൽ സംശയം ബാക്കി. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാര്യമല്ലേ വലുത്. ഞങ്ങൾ പലഹാരം പൊതിയിൽ നേരെ തുടങ്ങി. അവിടെ ചടങ്ങുകൾ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പലഹാരം പൊതിയിൽ അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ പലഹാരത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി. ഇനി അവിടെ നിന്ന് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ ചടങ്ങുകൾ ഓരോന്നോരോന്നായി ബാക്കി. ഇവിടുത്തെ മെയിൻ പ്രത്യേകതയാണെന്ന് തോന്നുന്നു, നമ്മൾ ചന്ദനം മുഖത്ത് തേച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പൂവെടുത്ത് തലയുടെ ബാക്കിൽ വെക്കും. ഞാനങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ എൻ്റെ ഊഴം വന്നു. ഞാൻ നേരെ ചന്ദനം എടുത്ത് രണ്ടാളുടെയും നെറ്റിയിൽ തൊട്ടു. പിന്നെ കൈ നല്ല വിറയലുണ്ടായിരുന്നു കേട്ടോ, ആൾക്കാർ കൂടി നിന്നോണ്ടേ. അവിടെയും സംശയം ബാക്കി. ഞാൻ ചേച്ചിക്ക് വളയിടാൻ പോയി. ചേച്ചി എനിക്കൊരു വള എടുത്തു തന്നു. ഈ വള ഞാൻ എന്ത് ചെയ്യാനാ, ആർക്ക് കൊടുക്കാനാ? ഒരു പിടുത്തമില്ല. അവന്മാരും പോയി. 3 വള കൈ കിട്ടി. ഇനി വള കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? വളയുടെ കാര്യം പോട്ടെ, നമുക്കത് പിന്നെ നോക്കാം. നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് നിർവഹിക്കണം. കിട്ടിയല്ലേ? ഇവൻ വളവള കിടന്ന് സംസാരിക്കുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഗൈസ്. അവിടെ ഭയങ്കര നോയ്സാണ്, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഡബ് ചെയ്യേണ്ടി വന്നു. എൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്നറിയോ? തിരുവനന്തപുരത്തെ ബോളി. നമുക്ക് നോക്കാം ബോളി കിട്ടുമെന്ന്. അങ്ങനെ എൻ്റെ ചലഞ്ചിന് അവസാനമിട്ട് ബോളി എൻ്റെ മുമ്പിലെത്തി. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ബോളി കിട്ടുമെന്ന്. ബോളി ഞാനൊരു 3-4 എണ്ണം കഴിച്ചു ഗൈസ്. പിന്നെ എനിക്ക് ആ ചതി മനസ്സിലായത്.
കിളി പോയി ഗൈസ്, എൻ്റെ എല്ലാം പോയി. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ടയേർഡായി. ബോളി ഇന്ന് കിളി വേറെ ഉറക്കമായിരുന്നു. നിനക്കോ? അവൻ ബുദ്ധി കുറവെന്ന് ഞാൻ ബോളിയും കൂടെ എനിക്ക് തന്നു. അപ്പം ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ്. അപ്പോൾ അടുത്ത ബ്ലോഗ് നമുക്ക് ആദ്യത്തെ ലവ് സ്റ്റോറി വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ.